അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്ന് പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന്. അപ്പൊ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം മേയറിലായ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ വന്ന് കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് കണ്ടകശേനിയാണെന്ന് തോന്നുന്നു. കാരണം മക്കളെ മൊത്തം പേര് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണി അയച്ചിട്ട് ആടിയതിന് ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ എയറിലായതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ചൂട് കെട്ടെടുക്കുന്നതിന് മുമ്പേ മൂത്തവളായിട്ടുള്ള ദിയ കൃഷ്ണ പേരിലായിരിക്കുന്നു. എന്തായാലും ഇപ്പൊ ഇനി ഇത് കാരണം കുറച്ചു കാലം ഹൻസികക്ക് റെസ്റ്റ് എടുക്കാം. ഇനി ദിയ കൃഷ്ണക്ക് കുറച്ചു കാലം മേയറിൽ കിടന്ന് കറങ്ങാം. അപ്പൊ നമുക്ക് കോൺടെസ്റ്റിലേക്ക് വരാം. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ഈ പറഞ്ഞ ദിയ കൃഷ്ണ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മദേഴ്സ് ഡേ സ്പെഷ്യൽ വിത്ത് അമ്മായിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ദിയ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പൊ ദിയ എയറിലാവാൻ കാരണം. സംഭവം മറ്റൊന്നുമല്ല, ദിയയും ദിയയുടെ ഭർത്താവിന്റെ വീട്ടുകാരും കൂടി റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അശ്വിന്റെ വീട്ടുകാരുടെ വകയായിരുന്നു ഫുഡ് കേട്ടോ. അവരുടെ ഒരു ഓഫർ ആയിരുന്നു അത്. എന്തായാലും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്വന്തം ഫ്ളാറ്റിൽ നിന്നും റെസ്റ്റോറന്റിലേക്ക് പോവുകയായിരുന്നു ദിയയും ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിനും മകനായിട്ടുള്ള ഓമയും. അതിനിടയിൽ അവർക്കൊന്ന് അശ്വിന്റെ വീട്ടിൽ കയറണം, അശ്വിന്റെ മാതാപിതാക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അങ്ങനെ ചില പദ്ധതികളുമായി ഇവർ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇവര് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ തൊട്ട് ക്യാമറ ഓണാക്കി സംസാരിക്കാൻ തുടങ്ങിയതാണ് ദിയ കൃഷ്ണ. ക്യാമറ ഓണാക്കി പുള്ളിക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ വീട്ടുകാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ അശ്വിന്റെ വീട്ടുകാർ തീരെ ആക്റ്റീവ് അല്ല. അവരവരുടേതായ ലോകത്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അശ്വിന്റെ അച്ഛനും അമ്മയ്ക്കും സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയത്തില്ല. അവരവരുടേതായ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോവാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വ്ളോഗിൽ വന്ന് പറയുമ്പോഴാണ് നിങ്ങൾ അവരെ കുറിച്ച് അറിയുന്നത് തന്നെ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാർ ഇങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഓഡിയൻസിന്റെ ചില ചോദ്യങ്ങൾക്ക് പുള്ളിക്കാർ മറുപടി പറയാൻ തുടങ്ങി. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ആ പോസ്റ്റർ ഒന്ന് കണ്ടുനോക്കാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ആന്റിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഇത്ര തണ്ണം? അവർക്ക് ദിയ ആന്റി എന്ന് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? നാട്ടുകാർക്കോ? എന്തായാലും ദിയ ഈ പറഞ്ഞതോട് ഞാൻ 100% യോജിക്കുന്നു കേട്ടോ. ഒരാൾ എന്ത് വിളിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ, അതിൽ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ പ്രശ്നം കണ്ടെത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതിപ്പോ അമ്മയുടെ കാര്യത്തിലല്ല, എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സ്വന്തം ഭർത്താവിനെ ചിലർ പേര് ചൊല്ലി വിളിക്കാറുണ്ട്, ചിലർ ഇക്കാന്ന് വിളിക്കാറുണ്ട്, ചിലർ ഡാന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും രീതികളാണ്. ആളുകൾക്ക് അനുസരിച്ച് അതൊക്കെ മാറും. പക്ഷെ പൊതുവെ അമ്മായിയമ്മയെ ഒട്ടുമിക്ക ആളുകളും അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. സ്വന്തം അമ്മായിയമ്മേനെ ആന്റി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ദിയ ബാക്കി പറഞ്ഞാട്ടെ. ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. വഴി നിൽക്കുന്നവരോ? അപ്പൊ അച്ഛന്റെ അമ്മയും അച്ഛനും ഒക്കെ ദിയയെ സംബന്ധിച്ചിടത്തോളം വഴി നിൽക്കുന്നവരാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ദിസ് ഈസ് സോ ചീപ്പ്. സ്വന്തം ഭർത്തൃ വീട്ടുകാരെ വഴി നിൽക്കുന്നവരെന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞ വളരെ മോശമാണ് കേട്ടോ. എന്തായാലും ബാക്കി പറ. അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. ഭ്രാന്താണെന്നോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? എന്റെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെ അശ്വിൻ കയറി അച്ഛാന്ന് വിളിച്ചാണെങ്കിൽ ഞാൻ ഭ്രാന്താണെന്ന് ചോദിക്കൂ പോലും. അതിനർത്ഥം സ്വന്തം അമ്മായിപ്പനെ അച്ഛ എന്നും അമ്മായിയമ്മയെ അമ്മ എന്നും വിളിക്കുന്നവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്നുള്ളതല്ലേ ദിയ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അങ്ങനെ നോക്കുമ്പോൾ ദിയ ലോകത്തിലെ 99.9% ആൾക്കാരും ഭ്രാന്തന്മാരായിരിക്കും. ദിയ മാത്രമായിരിക്കും ബുദ്ധിയുള്ള ആള്. ഒരുപക്ഷെ ദിയ അതൊക്കെ തന്നെ ആയിരിക്കും പറയാൻ ഉദ്ദേശിച്ചതും. ഞാൻ മാത്രം ബുദ്ധിയുള്ള ആള്, ബാക്കിയുള്ളവരൊക്കെ ഭ്രാന്തന്മാരില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലുള്ള ഭൂരിഭാഗം ആളുകളും അമ്മായിപ്പനെ അച്ഛ എന്നും അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിച്ച് ശീലിച്ചവരാണ്. ദിയാണ് പിന്നെയും അതിൽ നിന്ന് മാറ്റി വിളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ഭയങ്കര ഓവറാണ് ദിയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട. അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. അത് ആ ചോയ്സ് ആയിട്ട് മാത്രം ഒതുങ്ങണം. അല്ലാതെ മറ്റുള്ള ആളുകളും സ്വന്തം അമ്മായിയമ്മയെ ആന്റി എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നവരെ നിങ്ങൾ ഭ്രാന്തന്മാരായ മുദ്ര കുത്തരുത്. അവിടെയാണ് നിങ്ങൾക്ക് പേച്ചു പോയത്. സ്വന്തം അമ്മായിയമ്മയെ ആന്റി എന്ന് വിളിക്കാനുള്ള നിങ്ങളുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവർ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കുന്ന ചോയ്സിനെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്തോളണം. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം ശരി, അല്ലാത്തതെല്ലാം മോശം എന്ന നിലപാട് പാടില്ല ദിയ. അതൊക്കെ വളരെ ഓവറാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റി എന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ
വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എന്തോന്നാ ലാസ്റ്റ് പറഞ്ഞു? എല്ലാവർക്കും അവരവരുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവരെ അമ്മ അല്ലെങ്കിൽ അച്ഛാന്ന് വിളിച്ചാൽ മതി. ഇനി ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളാന്നുള്ളത് അല്ലേ? എന്തൊക്കെയാണ് ദിയെ വിളിച്ചു പറയുന്നത്? അതായത് സ്വന്തം അമ്മയും അച്ഛനും ഇല്ലാത്ത അനാഥരായിട്ടുള്ള ആളുകൾ മാത്രമേ മറ്റുള്ളവരെ കയറി അച്ഛ അമ്മ എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ദിയ പറഞ്ഞു വരുന്നത്. ഇവർ പറയണ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെ ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, ഈ പെണ്ണിന് എന്താ ബോധമില്ലേ? ക്യാമറ ഓൺ ആക്കി ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ പബ്ലിക്കായി വിളിച്ച് പറയുന്ന സമയത്ത് ഇത് ഓഡിയൻസ് കാണും, ജഡ്ജ് ചെയ്യും, ഏറി കയറുന്നുള്ള ഒരു ബോധെങ്കിലും ഈ പെണ്ണിനില്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ വാക്കുകൾ സൂക്ഷിക്കണം കേട്ടോ. എന്ത് വായ തോന്നി വിളിച്ചു പറയാന്നുള്ള നിലപാട് പാടില്ല. ബാക്കി പറഞ്ഞാലും എന്താടാ ഓക്കെ. അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ശരി, ഓമി കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ സ്വന്തം അമ്മായിമ്മേനെ എന്ത് വിളിക്കണം എന്നുള്ളത് അത് ഓമിന്റെ ചോയ്സ് ആണ്. അത് അവൻ അതിനനുസരിച്ച് വിളിച്ചോളും കേട്ടോ. അവിടെ കയറി ഞാൻ പറയുന്ന പോലെ വിളിക്കാൻ പാടുള്ളൂ, അമ്മായിമ്മയെ നീ അമ്മ എന്ന് വിളിക്കേണ്ട ആന്റിന്ന് വിളിച്ചാൽ മതി എന്ന് ഭാഷ പിടിക്കുന്നത് ഒരു തരം ടോക്സിക് പാരന്റിംഗ് അല്ലേ? നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ മകന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയല്ലേ ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഇതൊരു തരം ടോക്സിക് പാരന്റിംഗ് ആണെന്ന് പറയാതെ വയ്യ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത് നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത്. എങ്ങനെ സാധിക്കുന്ന ഇഷ്ടം എങ്ങനെയൊക്കെ പറയാൻ ലേശം ഉളുപ്പമാണ് അല്ലേ? ബാക്കി പറഞ്ഞാലും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ്, ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാർ അത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നേ ഉള്ളത്. അപ്പൊ അങ്ങനെ കമന്റ് ഇട്ട് ചോദിച്ചവർക്ക് സമാധാനമായല്ലോ, വയറു നിറച്ചും കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, എല്ലാവർക്കും സ്വന്തം മക്കളെ അമ്മയെന്ന് വിളിക്കുന്നതല്ലേ ഇഷ്ടം, എല്ലാരും കൂടി അമ്മയെ വിളിക്കാൻ ഇത് കാവിലമ്മ എന്നല്ലോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിരുന്നല്ലോ. അല്ല ദിയ, എല്ലാവർക്കും സ്വന്തം മക്കൾ മാത്രമാണ് അമ്മയെന്ന് വിളിക്കാൻ താല്പര്യമെന്ന് അവർ ദിയയുടെ ഫോം വിളിച്ച് പറഞ്ഞോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇപ്പൊ എന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമക്കളെല്ലാം എന്റെ ഉമ്മാനും ഉമ്മാന്ന് വിളിക്കുന്നതിനോടാണ് താല്പര്യം. അങ്ങനെ തന്നെയാണ് അവർ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ അമ്മായിമ്മേനെ ഉമ്മാന്നാണ് വിളിക്കാറുള്ളത്, എന്റെ ഭാര്യ ആണെങ്കിലും എന്റെ ഉമ്മാനെ ഉമ്മാന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. എന്റെ ഉമ്മാക്കാണെങ്കിലും എന്റെ ഭാര്യന്റെ ഉമ്മാക്കാണെങ്കിലും അവർക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒട്ടുമിക്ക ആളുകളുടെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനു പറയുന്നു, ചില ആളുകൾ കൂട്ടുകാരുടെ അമ്മമാരെ വരെ അമ്മയെന്നാണ് വിളിക്കാറുള്ളത്. ഇപ്പൊ എന്റെ കൂട്ടുകാർ വരെ പലപ്പോഴും എന്റെ ഉമ്മാനും ഉമ്മാന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു റെസ്പെക്ട് ആണ്. ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രീം റെസ്പെക്ട് ആണ് അമ്മ എന്ന് പറയുന്ന വിളി എന്ന് പറയുന്നത്. അതിന്റെ പവിത്രത മനസ്സിലാകാത്ത ആളുകളോട് അതിനെക്കുറിച്ച് എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ദയാകൃഷ്ണന്റെ അമ്മക്കൊരു ചാനൽ ഉണ്ടല്ലോ, എന്തോ സിന്ധു കൃഷ്ണ എന്നും പറഞ്ഞിട്ട്. അവരൊക്കെ അതിൽ വീഡിയോ ഇടുന്ന സമയത്ത് ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് കുറെ എണ്ണം വന്ന് മെയ്കാറുണ്ടല്ലോ സിന്ധു അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള പാൽക്കുപ്പികൾക്ക് ദിയയുടെ വാക്കുകൾ സമർപ്പിക്കുന്നു. ഇനി മേലെ ദിയകൃഷ്ണയുടെ അമ്മയെ സിന്ധു അമ്മ എന്നാരും വിളിച്ചു പോകരുത്. കേട്ടല്ലോ, ദിയയുടെ താക്കീതാണത്. പറഞ്ഞില്ലെന്ന് വേണ്ട. വല്ലാത്തൊരു പെണ്ണെന്നെ ഇഷ്ടം. ഈ പെണ്ണിന് പബ്ലിക്കിന് മുന്നിൽ വന്ന് എന്ത് പറയണം എന്നുള്ള ബോധമില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയുക തന്നെ. ഇത് മാത്രമല്ല, 2 ദിവസം മുമ്പ് ഇതേപോലെ വിവാദമായിട്ടുള്ള ഒരു പരാമർശം കൂടി ദിയ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിനെ കുറിച്ചും കൂടി പറഞ്ഞു വെക്കാം. അത് മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ദിയ കൃഷ്ണയും അശ്വിനും മകനായിട്ടുള്ള ഓമയും കൂടി മാൽദീവ്സിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ് വഴിയാണ് മാൽദീവ്സിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ പോയ സമയത്ത് ഇവരുടെ ലഗേജ് ഫ്ലൈറ്റ് ഡിലേ ആയി. ഈ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോയ ആളുകൾക്ക് അറിയാം, നമ്മൾ പോകുന്നത് ഒരു ഫ്ലൈറ്റിലും നമ്മുടെ ലഗേജ് മറ്റൊരു ഫ്ലൈറ്റിലുമാണ് വരാറ്. എല്ലാം കൂടി ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഓവർവെയിറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പാസഞ്ചേഴ്സിന്റെ ലഗേജ് ഒക്കെ ഒരു ഫ്ലൈറ്റിൽ ഈ പറയുന്ന എയർലൈൻസുകാർ കൊണ്ടുവരും, പാസഞ്ചേഴ്സിനെ വേറൊരു ഫ്ലൈറ്റിലും കൊണ്ടുവരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില സമയങ്ങളിലെല്ലാം ഈ ലഗേജ് ഫ്ലൈറ്റ് വൈകാറുണ്ട്. പാസഞ്ചർ ഫ്ലൈറ്റ് എത്തേണ്ടടുത്ത് എത്തിയാലും ചിലപ്പോൾ ലഗേജ് ഫ്ലൈറ്റ് ആ സമയത്ത് എത്തിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഡിലേ ആകാം. ദിയ കൃഷ്ണന്റെ കേസിൽ അങ്ങനെ സംഭവിച്ചു. ദിയ കൃഷ്ണയും ഭർത്താവും മകനും മാൽദീവ്സിൽ എത്തിയിട്ടും ദിയ കൃഷ്ണയുടെ ലഗേജ് മാൽദീവ്സിൽ എത്തിയില്ല. അതിനെക്കുറിച്ച് ദിയ കൃഷ്ണ അന്വേഷിച്ചപ്പോൾ ഇൻഡിഗോക്കാർ പറഞ്ഞത് എന്താണ്, ഫ്ലൈറ്റ് ഡിലേ ആണ്, ഒരു ദിവസം ലേറ്റ് ആവുന്നതാണ്. അതോടെ ദിയ എന്താക്കി, ക്യാമറ ഓണൊക്കെ അങ്ങോട്ട് തുടങ്ങി ഇൻഡിഗോക്കാർ കുറ്റം പറയാൻ. അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കുറ്റം പറയാനില്ല. അങ്ങനെ കുറ്റം പറയാനുള്ള എല്ലാ അവകാശവും ദിയക്ക് ഉണ്ട്. കാരണം ലഗേജ് ഡിലേ ആകുന്ന സമയത്ത് ദിയയുടെ എല്ലാ സാധനങ്ങളും ആ ലഗേജിലായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഇൻഡിഗോക്കാർ ദിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ ദിയയോട് ഇവർ പർച്ചേസ് ചെയ്തോളം പറഞ്ഞു. അതിന് ബില്ല് കാണിച്ചാണെങ്കിൽ അതിന് പണം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ദിയക്ക് സമാധാനം കിട്ടിയില്ല. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊരു വ്ലോഗ് ആക്കണം, എന്നിട്ട് വ്ലോഗിൽ വന്നിട്ട് ഇൻഡിഗോക്കാര് 4 തെറി പറയണം, എന്നാലും ദിയക്ക് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ദിയ എന്താക്കി, ക്യാമറ ഓണൊക്കെ അങ്ങോട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്തായാലും ഇൻഡിഗോക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഫ്ലൈറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. നമുക്ക് മീൽ ഓൾറെഡി പ്രീ ബുക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ മീലിൽ നമുക്കൊരു ജ്യൂസ് ഉണ്ട്, അത് നമുക്ക് തന്നു. അപ്പൊ കൊച്ചു പാവം ഈ ബട്ടർ മിൽക്ക് അവര് എനിക്ക് തന്നപ്പോ അവൻ അത് നോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ നിന്ന് കൊടുത്തപ്പോ അത് തീർന്നു. എനിക്കും താഴ്ചോണ്ട് ഞാനും കുടിച്ചു. അപ്പൊ ഇവന് വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ക്യാൻ ഐ ഗെറ്റ് സം ബട്ടർ മിൽക്ക് എന്ന് ചോദിച്ചു ഫോർ ദ ബേബി.
അവര് പറഞ്ഞു ക്യാഷ് നെറ്റ് മേടിച്ച തരാം. അപ്പൊ ഞാനിങ്ങനെ അതൊക്കെ അത് എല്ലാവരുടെ ഉള്ള റൂള് തന്നെ. പക്ഷെ എന്നാലും ഒരു ഫോർമാലിറ്റികൾ ഇത്രയെങ്കിലും ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ഇത്തിരി മനുഷ്യത്വം കാണിക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എടോ ഞാൻ എമറേറ്റ്സിലൊക്കെ ഒരു സ്ട്രോബെറി തരാമോ എന്ന് കൊച്ചിന് വേണ്ടി ചോദിച്ചപ്പോ എനിക്കൊരു ബൗൾ നിറച്ച് സ്ട്രോബെറി അവർ എടുത്തു തന്നു. ശരി, എമിറേറ്റ്സുകാർ അങ്ങനെ ചെയ്തെന്നു കരുതി ഇൻഡിഗോക്കാരും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് അതിയോ പറഞ്ഞു വരുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ ഫ്ലൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ബട്ടർ മിൽക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരികയും ചെയ്തു. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം. അല്ലാതെ കുഞ്ഞിനല്ലേ എന്ന് കരുതി ഫ്രീ ആയി തരേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഫ്ലൈറ്റ് വിടാം, നമ്മൾ സാധാരണ ഒരു ജ്യൂസ് കടയിൽ കയറിയെന്ന് കരുതുക. അവിടുന്ന് നിങ്ങൾ ക്യാഷ് കൊടുത്തൊരു ജ്യൂസ് മേടിച്ചു. അങ്ങനെ ആ ജ്യൂസ് ഫുള്ള് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചും കൂടി ജ്യൂസ് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആ ജ്യൂസ് കടക്കാനോട് കുറച്ചുകൂടി ജ്യൂസ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ജ്യൂസ് കടക്കാരന്റെ മറുപടി എന്തായിരിക്കും? എക്സ്ട്രാ പേയ്മെന്റ് തന്നാൽ എക്സ്ട്രാ ജ്യൂസ് തരാം എന്നുള്ളതായിരിക്കും അല്ലേ? അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എക്സ്ട്രാ ബട്ടർ മിൽക്ക് തരേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. എക്സ്ട്രാ വേണം, എക്സ്ട്രാ കാശ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കുന്നത് ഫ്ലൈറ്റിലാണ്, അല്ലാണ്ട് മന്തിക്കടയിലൊന്നല്ല ചോദിക്കുമ്പോഴേക്കും എക്സ്ട്രാ ഇട്ട് തരാൻ. ആ ഒരു ബോധം ആദ്യമാണ്. പേര് പോലെ തന്നെ എല്ലാ മോസിക്ക് കിട്ടണമെന്ന് ചിന്തിക്കരുത് ദിയ. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. എനിവേ, അങ്ങനെ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ദിയ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം ഇവർക്ക് മാൽദീവ്സിലേക്ക് യാത്ര അറേഞ്ച് ചെയ്ത് തന്ന ട്രാവൽ ഏജൻസിയെ കുറിച്ച് ദിയ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ അടുത്ത് മറ്റൊരു വിവാദ പരാമർശം കൂടി ദിയ നടത്തുന്നുണ്ട്. നമ്മളൊന്ന് കണ്ടോക്കാം. ഇനി നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഹോളിഡേസ് വഴി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ തന്നെ അരുൺ നമ്മള് 3 വർഷം മുന്നേ നമ്മുടെ പഴയ 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിൽ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു അരുൺ അന്നും. അപ്പൊ ഇന്നും അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചുമായിട്ട് എന്തോന്നോ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചുമായിട്ട് ഒന്നും പറയാനില്ലോ, ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ് ഇതിപ്പോ ദിയാകൃഷ്ണ എങ്ങനെ പറഞ്ഞാൽ നന്നായി. പറഞ്ഞത് അശ്വിനോ മറ്റോ ആകണം. അവനെ പിടിച്ച് ഏറി കയറ്റി പറത്തിയിട്ടുണ്ടാകും. കാരണം നമുക്കറിയാലോ ഈ ചരക്ക് വെടിയെന്നൊക്കെയുള്ള വാക്കുകൾ ഈ പെണ്ണുങ്ങളെ സ്റ്റഡ് ഷെയ്മിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകളെയാണ് സ്വയം ചരക്ക് എന്നൊക്കെ ദിയാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. എന്തായാലും ദിയ സെൽഫായി സ്ലഡ് ഷെയ്മിങ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. വേറെ വല്ലവരും ആകണം അത് പറഞ്ഞത്. പിന്നെ ആ കയറി ഇറങ്ങാൻ സമയം കാണൂലേ. എന്തൊക്കെയായാലും ദിയ സ്വന്തമായി ചരക്കെന്ന് വിശേഷിപ്പിച്ചത് വൺ ട്രോളായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല ട്രോൾ ചാനലുകളും അതെടുത്ത് ആഘോഷിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ ആഘോഷിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ അത് അമ്മായിമ്മയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാമർശം കൂടി ദിയ നടത്തുന്നത്. അതോടെ ദിയ എയറിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ദിയന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ ആലോചിക്കുന്നത്. ക്യാമറ ഓണാക്കി എന്താണോ വായിൽ വരുന്നത് അതങ്ങോട്ട് വിളിച്ചു പറയാനെ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ദിയ കൃഷ്ണയും അഖിൽ മാലാറും ഒക്കെ ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ക്യാമറ ഓണാക്കി അപ്പം തോന്നുന്നത് എന്താണോ അതങ്ങോട്ട് വിളിച്ചു പറയുക. പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നോ അതിന്റെ വരുംവരായ്കകൾ എന്താണെന്നോ എന്നതിനെ കുറിച്ച് ഇവർ രണ്ടാളും ചിന്തിക്കുന്നില്ല. വായി തോന്നുന്നു അങ്ങോട്ട് വിളിച്ചു പറയുന്നേ. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്ക് ദിയാകൃഷ്ണനോട് പറയാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് വാക്കുകൾ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ സ്വബോധത്തോടു കൂടി വ്ലോഗ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഏറെ നിന്ന് ഇറങ്ങാൻ സമയം കാണില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും താൻ ഏറെ കയറിയ സാഹചര്യത്തിൽ ദിയാകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. ദേ വിൽ ജഡ്ജ് യു എനിവേ സോ കീപ് ഗോയിങ്. എന്തോന്ന് അതിനൊക്കെ പറയാം അല്ലേ. അവർ നിന്നെ ജഡ്ജ് ചെയ്യും, പക്ഷെ നീ മുന്നോട്ട് തന്നെ പോകാന്നൊക്കെ. ഇതൊക്കെ ഭയങ്കര മാസാണെന്നാണ് ഈ പെണ്ണിന്റെ വിചാരം. വായെ തോന്നിയത് വിളിച്ചു പറഞ്ഞ എയറിലായാലും അത് മാസമായി കാണുന്ന ഒരു പെണ്ണിഷ്ടമാണ്. ഇവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭേദം പോത്തിനെ പഠിപ്പിച്ച പോലെ ഡോക്ടർ ആക്കുന്നതാണ്. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ അല്ലേ. എന്തായാലും ഇങ്ങനെ തന്നെ പോകട്ടെ തീയ. അതാകുമ്പോൾ നമുക്കിടയ്ക്കിടെ സംസാരിക്കാൻ ഒരു കണ്ടന്റ് കിട്ടുമല്ലോ. അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.